ആയിട്ടുള്ള തേർഡ് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വാദി പോലത്തെ സ്ഥലങ്ങളിലേക്കാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ലോണം വെള്ളമുണ്ട്, അത്യാവശ്യം കുറേ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി ഒരു സ്ഥലമൊക്കെ കണ്ടെത്തി വന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പോവായിരുന്നു. ഈ കാണുന്ന സ്ഥലമില്ലേ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത ഭാഗം, അവിടെയൊക്കെ ശരിക്കും നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നേ നമ്മൾ വന്ന് നോക്കി പോയിരുന്ന സ്ഥലം. അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇതുപോലെ ഓരോ സൈഡിലായിട്ടും ഓരോ ഫാമിലി ഇതുപോലെ ചെയ്തിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ മാങ്ങൊക്കെ മസാല ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ വലിയച്ഛനും പിള്ളേരും കൂടെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് ടെന്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഇവിടെ എല്ലാവരും. പിന്നെ നമ്മൾ മാത്രമല്ലേ, ശിവാനിയും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരും എത്തിയിട്ടുണ്ടായിരുന്നത്. അവരോട് എത്തിയപ്പോൾ പിന്നെ കുറച്ചുകൂടെ രസമായി. പിന്നെ എല്ലാവരും കൂടെ ആയി. അങ്ങനെ ഏകദേശം ഇത് അവിടെ റെഡിയായി വരുന്നുണ്ട്. ശിവാനിക്കാണെങ്കിലേ കിച്ചുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നത്. അവനായിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ വന്ന പാടെ ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ട് കേട്ടോ വേഗം നമ്മളടുത്തേക്ക് ഓടി വരികയും ചെയ്യും. അങ്ങനെ ഫസ്റ്റ് അവളെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. മന്ദാരവും കൺമുനകളിലഴകഴുകി അങ്ങനെ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയേക്കാണ്. ഇന്നമ്മ പൊതുവേ വെള്ളത്തിലോട്ട് ഇറങ്ങാറില്ലേ, ഇങ്ങനെ ഇരിക്കലേ ഉള്ളൂ വെറുതെ കാലിട്ടാട്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം ആ പതിവ് തെറ്റിച്ച് ഇന്നമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി വെള്ളം ഉണ്ടാകുന്ന സ്ഥലം. അവിടുന്ന് ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ശിവാനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് അവൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണമായപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇന്നത്തെ ഫുഡ് വലിയച്ഛൻ്റെ വകയായിരുന്നു, ബിരിയാണി ആയിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. ഫുഡൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഒത്തിരി അധികം നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 7 Up എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം നല്ല രസമുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ ആയിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇന്നമ്മയും കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാനായിരുന്നു പ്ലാന്. പക്ഷേ നമ്മളതൊക്കെ മാറ്റിയിട്ട് അവിടുന്ന് ടെൻ്റ് കഴിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണേ. ശിവാനി ആദ്യം തന്നെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇതായിരുന്നു ഗൈസ് ആ സ്ഥലം. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ആഴത്തിലുള്ള വെള്ളം ഉണ്ടായിരുന്നു. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നേ. നല്ല വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ടൈം ആയപ്പോൾ നമ്മൾ പോന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. അപ്പോൾ ബൈ.